നമസ്കാരം, ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് പറയാൻ ന്യായങ്ങൾ പലവിധമുണ്ട്. മുമ്പ് ഒരു വീട്ടിൽ ഒരു AC മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോൾ 4 ആയില്ലേ എന്നായിരുന്നു മന്ത്രിയുടെ ചോദ്യം. 1000 മെഗാവാട്ട് വൈദ്യുതിയുടെ ഉപയോഗമാണ് ഇതുവഴി വർദ്ധിച്ചതെന്നാണ് മന്ത്രി പറയുന്നത്. മറ്റ് മാർഗങ്ങളൊന്നും മുന്നിലില്ലാത്തത് കൊണ്ടാണ് ചെറിയ തോതിൽ നിരക്ക് വർദ്ധിക്കാൻ സർക്കാർ നിർബന്ധിതരായതെന്നും ഉള്ള വിശദീകരണമാണ് വൈദ്യുതി മന്ത്രിക്ക് പറയാനുള്ളത്. അപ്പോൾ പ്രതിപക്ഷത്തിന് നൽകാനുള്ള മുന്നറിയിപ്പ് ജനങ്ങളെ ഷോക്കടിപ്പിക്കുന്ന ഈ വൈദ്യുതി ചാർജ് വർധനവ് പിൻവലിക്കണമെന്ന് തന്നെയാണ്. അഴിമതിയുടെ പാപഭാരം സാധാരണക്കാർ ചുമക്കേണ്ടി വരുന്നത് അംഗീകരിക്കാനാകില്ല എന്നുമാണ്. യൂണിറ്റിന് ശരാശരി 16 പൈസ വർദ്ധിപ്പിച്ചാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവിറങ്ങിയത്. പുതുക്കിയ നിരക്ക് ഡിസംബർ 5 മുതൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. 2016 UDF സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ വൈദ്യുതി ബോർഡിന്റെ അതുവരെയുള്ള കടം 1083 കോടി രൂപയായിരുന്നു. ഇപ്പോഴത് 45,000 കോടി രൂപയായി. നിരക്ക് വർധനവെന്നത് സാധാരണക്കാരെ ബാധിക്കില്ല എന്നാണ് സർക്കാരിന്റെ നിലപാട്. 200 യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് മാത്രമാകും 16 പൈസയുടെ വർധനവ്. എന്തിനാണ് നിരക്ക് വർദ്ധിപ്പിക്കുന്നത് എന്നതിനും മന്ത്രിക്ക് നിലപാടുണ്ട്. 97 കോളനികളിൽ ഇനി വൈദ്യുതി എത്തിക്കേണ്ടതുണ്ട്. പട്ടികജാതി വർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് 50 യൂണിറ്റിൽ താഴെയുള്ള ഉപയോഗത്തിന് ചാർജ് ഈടാക്കുന്നുമില്ല. മലബാർ മേഖലയിൽ വൈദ്യുതി സംവിധാനങ്ങൾ കുറവാണ്. കാസർഗോഡ് ഉൾപ്പെടെ പുതിയ സബ്സ്റ്റേഷനുകൾ ഇത്തവണ കൊണ്ടുവന്നു. ഇതിനെല്ലാം പണം ആവശ്യമാണ്. സർക്കാർ പണം പരിമിതമാണ്. അതുകൊണ്ടാണ് പണം കണ്ടെത്താൻ ഈ മാർഗം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിരക്ക് വർധനവിലേക്ക് പോകുന്നു. വില കുറച്ച് വൈദ്യുതി എവിടെയും കിട്ടിയാൽ അതിൻ്റെ ഗുണം ഉപഭോക്താക്കൾക്ക് തന്നെയെന്നാണ് മന്ത്രിയുടെ ഉറപ്പും. പിന്നെ പ്രതിപക്ഷം പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുണ്ടാക്കിയിരുന്ന ദീർഘകാല കരാർ റദ്ദാക്കി അഴിമതിക്ക് ശ്രമിച്ചതാണ് ബോർഡിനുണ്ടായ അധിക ബാധ്യതയ്ക്ക് പ്രധാന കാരണമെന്നാണ്. യൂണിറ്റിന് 4 രൂപ 21 പൈസയ്ക്കായിരുന്നു 465 മെഗാവാട്ട് വൈദ്യുതി 7 വർഷമായി വാങ്ങിക്കൊണ്ടിരുന്നത്. ആ കരാർ റദ്ദാക്കി ഇപ്പോൾ 6 രൂപ മുതൽ 12 രൂപ വരെ നൽകേണ്ടി വരുന്നു. ഇതിലൂടെ 3000 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് ഇപ്പോൾ സംസ്ഥാന വൈദ്യുതി ബോർഡിന് ഉണ്ടായിരിക്കുന്നത്. ഈ ബാധ്യത ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കരുത് എന്നാണ് പ്രതിപക്ഷത്തിന് പറയാനുള്ളത്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 5 തവണയാണ് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചത്. ഇപ്പോൾ 16 പൈസ കൂട്ടി. അതിനൊപ്പം മാർച്ച് മാസം കഴിഞ്ഞാൽ ഉടൻ തന്നെ 12 പൈസ കൂടി കൂട്ടുമെന്ന് ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു. മാർച്ചിൽ പ്രഖ്യാപിക്കുന്നതിന് പകരം ഡിസംബർ തന്നെ 2 വർധനവും ഒരുമിച്ച് പ്രഖ്യാപിച്ചു. 280 യൂണിറ്റ് ഉപയോഗിക്കുന്ന സാധാരണക്കാരന് 50 രൂപയോളം കൂടുതൽ നൽകേണ്ടി വരും. മാർച്ചിൽ അത് 100 രൂപയ്ക്ക് പുറത്താകും. എന്നാൽ ഉപഭോക്താക്കൾക്ക് അധിക ബാധ്യത വരാതെയും ഇളവുകൾ നിലനിർത്തിയുമാണ് വൈദ്യുതി നിരക്കിൽ നേരിയ വർധന വരുത്തിയതെന്നാണ് ബോർഡിൻ്റെ വിശദീകരണം. 1000 വാട്ട്സ് കണ്ടക്ടറിലൂടെ പ്രതിമാസം 40 യൂണിറ്റ് വരെ ഉപയോഗമുള്ള BPL ഗാർഹിക ഉപഭോക്താക്കൾക്ക് നിരക്ക് വർദ്ധിക്കില്ലെന്ന് ഉറപ്പ് നൽകുന്നു. വ്യവസായികൾക്ക് നിരക്ക് 10% കുറയും. ഇവർക്ക് ഫിക്സഡ് ചാർജിലും വർധനവുണ്ടാകില്ല. പകൽ 10% ഇളവ് വരുന്നതോടെ വ്യവസായങ്ങൾക്ക് ബില്ല് കുറയുമെന്നാണ് വൈദ്യുതി ബോർഡിൻ്റെ കണക്കുകൂട്ടൽ.